എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയില് കച്ചവടത്തിനായി എത്തിയ ഒരു യൂറോപ്യൻ കമ്പനി എങ്ങനെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായി മാറിയത്? ആ ഒരു കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ആദ്യം യൂറോപ്യൻ ശക്തികൾ എങ്ങനെ ഇന്ത്യയിലെത്തിയെന്ന് നോക്കാം. പിന്നെ ബംഗാൾ പിടിച്ചടക്കിയത്, മൈസൂരിനോടുള്ള യുദ്ധങ്ങൾ, മറാത്ത സാമ്രാജ്യവുമായുള്ള പോരാട്ടം, അങ്ങനെ അവസാനം എങ്ങനെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് എന്നും കാണാം. അപ്പോ ഈ കഥ തുടങ്ങുന്നത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു പുതിയ കടൽപാത തുറന്നു കിട്ടിയത് ഒരു വലിയ വഴിത്തിരിവായിരുന്നു. അതോടെ ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റ് സമ്പത്തും ലക്ഷ്യമിട്ട് യൂറോപ്യൻ വ്യാപാരികൾ ഇങ്ങോട്ട് ഒഴുകിയെത്താൻ തുടങ്ങി. ആദ്യം വന്നത് പോർച്ചുഗീസുകാരായിരുന്നു 1498-ല്. പിന്നെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും വന്നു. കൂട്ടത്തിൽ അവസാനമെത്തിയത് ഫ്രഞ്ചുകാരായിരുന്നു. ഇവരെല്ലാം തന്നെ ഇന്ത്യയിൽ അവരവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പോ ഇവരെവിടെയൊക്കെയാണ് തങ്ങളുടെ താവളങ്ങൾ ഉറപ്പിച്ചത് എന്ന് നോക്കിയാൽ പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട്, കൊച്ചി, ഗോവ അതൊക്കെയായിരുന്നു പ്രധാനം. ഡച്ചുകാർ മസുലിപട്ടണം പോലുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷേ ഇംഗ്ലീഷുകാരുടെ കാര്യം നോക്കൂ. അവർ സൂറത്ത്, മദ്രാസ്, ബോംബെ, കൽക്കട്ട അങ്ങനെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ തന്നെ പിടിച്ചെടുത്തു. ഫ്രഞ്ചുകാർക്കാണെങ്കിൽ പോണ്ടിച്ചേരിയും ചന്ദ്രനഗരും. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്ക് കടക്കാം. ബംഗാൾ, അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യ. ഇവിടെ വെച്ചാണ് ഇംഗ്ലീഷുകാർ വെറും കച്ചവടക്കാർ എന്ന നിലയിൽ നിന്ന് ഭരണാധികാരികളായി മാറാനുള്ള നിർണായക ചുവടുവെപ്പ് നടത്തുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരും ബംഗാളിലെ നവാബും തമ്മിൽ ഒരു യുദ്ധം തന്നെ ഉണ്ടായത്? അത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതല്ല. നവാബായ സിരാജുദ്ദൗളയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒന്നാമതായി, ഇംഗ്ലീഷുകാർ ഒരു അനുവാദവുമില്ലാതെ കൽക്കട്ടയിൽ കോട്ടകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം, ദസ്തക് എന്ന് പറയുന്ന നികുതിയില്ലാതെ കച്ചവടം ചെയ്യാനുള്ള പാസുകൾ അവർ വ്യാപകമായി ദുരുപയോഗം ചെയ്തു. ഇത് നവാബിന്റെ ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കി. ഇതൊക്കെ കണ്ടപ്പോൾ സിരാജുദ്ദൗളയ്ക്ക് മനസ്സിലായി ഇത് തന്റെ അധികാരത്തോടുള്ള ഒരു നേരിട്ടുള്ള വെല്ലുവിളിയാണെന്ന്. സ്വാഭാവികമായും അത് പ്ലാസി യുദ്ധത്തിലേക്ക് നയിച്ചു. ഈ ഉദ്ധരണിയിൽ പറയുന്നതുപോലെ തന്നെ പ്ലാസി യുദ്ധം ഒരു കാലഘട്ടത്തിന്റെ അവസാനവും മറ്റൊന്നിന്റെ തുടക്കവുമായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു യുദ്ധം പോലും ആയിരുന്നില്ല, ഒരു ഗൂഢാലോചനയായിരുന്നു. ആ ഒരൊറ്റ സംഭവത്തോടെ ഇംഗ്ലീഷുകാർ ബംഗാളിലെ കിങ് മേക്കേഴ്സായി മാറി. അതായത് ആര് ഭരിക്കണമെന്ന് അവർ തീരുമാനിക്കുന്ന അവസ്ഥ. പക്ഷേ പ്ലാസി ഒരു ചതിയായിരുന്നുവെന്ന് പലർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ബ്രിട്ടീഷുകാർക്ക് അവരുടെ സൈനിക ശക്തി ശരിക്കും തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. അതിനവസരം കിട്ടിയത് ഏതാനും വർഷങ്ങൾക്കിപ്പുറം നടന്ന ബക്സർ യുദ്ധത്തിലാണ്. അവിടെ മുഗൾ ചക്രവർത്തിയുടെയും ഔധിലെ നവാബിന്റെയും മുൻ ബംഗാൾ നവാബിന്റെയും സംയുക്ത സേനയെ അവർ പരാജയപ്പെടുത്തി. അതോടെ ബംഗാളിൽ അവർക്ക് എതിരാളികളില്ലാതായി. ഇനി ബക്സർ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഫലം എന്തായിരുന്നുവെന്നറിയാമോ? കമ്പനിക്ക് ദിവാനി എന്ന് പറയുന്ന ഒരു അധികാരം കിട്ടി. അതായത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നികുതി പിരിക്കാനും സിവിൽ കാര്യങ്ങൾ ഭരിക്കാനുമുള്ള ഔദ്യോഗിക അവകാശം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലാഭമുണ്ടാക്കാൻ വന്നൊരു കമ്പനി ഇപ്പോ ഒരു വലിയ പ്രദേശത്തിന്റെ ഭരണാധികാരികളായിരിക്കുകയാണ്. അപ്പോ ബംഗാൾ കയ്യിലായി. ഇനി ബ്രിട്ടീഷുകാരുടെ മുന്നിലുള്ള അടുത്ത വലിയ തടസ്സം തെക്കേ ഇന്ത്യയിലായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും കീഴിലുള്ള അതിശക്തമായ മൈസൂർ രാജ്യം. ബംഗാളിലെ പോലെ എളുപ്പമായിരുന്നില്ല മൈസൂരിലെ കാര്യങ്ങൾ. 4 യുദ്ധങ്ങൾ വേണ്ടിവന്നു ബ്രിട്ടീഷുകാർക്ക് മൈസൂരിനെ കീഴടക്കാൻ. ആദ്യം ഹൈദർ അലിയോടും അദ്ദേഹത്തിനു ശേഷം മകൻ ടിപ്പു സുൽത്താനോടും. പതിറ്റാണ്ടുകളോളം ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ വളരെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയും സൈനികനുമായിരുന്നു ടിപ്പു. ഒടുവിൽ 1899-ലെ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ടണം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി. ആ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു. അതോടെ ബ്രിട്ടീഷ് മുന്നേറ്റത്തിനു മുന്നിലെ ഒരു വലിയ തടസ്സം ഇല്ലാതായി. മൈസൂരിന്റെ തീരപ്രദേശങ്ങൾ അടക്കമുള്ള വലിയൊരു ഭാഗം അവർക്ക് സ്വന്തമാവുകയും ചെയ്തു. ശരി, ബംഗാൾ കഴിഞ്ഞു, മൈസൂർ കഴിഞ്ഞു. ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തിനു മുന്നിൽ അവശേഷിക്കുന്ന അവസാനത്തെ ഇന്ത്യൻ മഹാശക്തി, അത് മറാത്ത സാമ്രാജ്യമായിരുന്നു. 18ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ശക്തിയായിരുന്നു അവർ. മറാത്ത ശക്തിയെ തകർക്കാനും ബ്രിട്ടീഷുകാർക്ക് 3 യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു. അവരുടെ തന്ത്രം ഇവിടെയും ഒന്നുതന്നെയായിരുന്നു. മറാഠ നേതാക്കൾക്കിടയിലെ അധികാര വടംവലികളിലും ആഭ്യന്തര പ്രശ്നങ്ങളിലും അവർ സമർത്ഥമായി ഇടപെട്ടു. പടിപടിയായി
ഓരോ ഉടമ്പടികളിലൂടെയും അവർ മറാഠ സാമ്രാജ്യത്തെ ദുർബലമാക്കി. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. ഇത്രയും ശക്തരായിരുന്ന, ഒരു കാലത്ത് ഡൽഹി വരെ നിയന്ത്രിച്ചിരുന്ന മറാഠക്കാർക്ക് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കു മുന്നിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം മറാഠ നേതാക്കൾക്കിടയിൽ ഒരു ഐക്യമുണ്ടായിരുന്നില്ല എന്നതാണ്. ഒരു പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിനോടൊപ്പം ബ്രിട്ടീഷുകാരുടെ മികച്ച സൈനിക തന്ത്രങ്ങളും നയതന്ത്രവും കൂടിയപ്പോൾ മറാഠ സാമ്രാജ്യത്തിന്റെ പതനം പൂർത്തിയായി. ഈ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിക്കൊടുത്തത്. അങ്ങനെ ഈ യുദ്ധങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഇന്ത്യയിലെ ഒരു പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്കാണ്. ഉപഭൂഖണ്ഡത്തിൽ ബ്രിട്ടീഷുകാർ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോ ബംഗാളിനെയും മൈസൂരിനെയും അവസാനം മറാത്തക്കാരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ വഴിയിലെ എല്ലാ തടസ്സങ്ങളും നീക്കി. ഒരു നൂറ്റാണ്ട് മുൻപ് കച്ചവടത്തിനായി തീരത്ത് കപ്പലിറങ്ങിയവർ ഇപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ ഭരണാധികാരികളായി മാറിയിരിക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കച്ചവട കമ്പനിക്ക് എങ്ങനെയാണ് ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിച്ചത്? ഇതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്.